മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നു, ആക്കിയില്ല. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ഒരു കാലത്ത് ബി.ജെ.പിക്കുള്ളിൽ മുരളീധര പക്ഷം, കൃഷ്ണദാസ് പക്ഷം, ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, കെ. സുരേന്ദ്രൻ, അങ്ങനെ വിവിധ തർക്കങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുന്നത് പുതിയ തർക്കമാണ്, പുതിയ മുഖമാണ്. ബി.ജെ.പി മാറിയോ? ബി.ജെ.പിയിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ ശ്രീലേഖ റിട്ടയർഡ് IPSന്റെ സ്പീച്ച് കേട്ടു. അതിനകത്ത് മാപ്രകളാണ് അവരെ കുഴപ്പിക്കാൻ നോക്കിയത്. അവരാണ് പറഞ്ഞത് ബി.ജെ.പിയിൽ ഭിന്നത, ബി.ജെ.പിയിൽ അപസ്വരം, ബി.ജെ.പിയിൽ വിരുദ്ധ ശബ്ദം എന്നൊക്കെ ഹെഡിങ് കൊടുത്ത് പലതും പറഞ്ഞു. ആ ഹെഡിങ് വായിച്ചു പോയാൽ ഇതുപോലെ തന്നെ തോന്നും. പക്ഷേ ഹെഡിങ്ങിനകത്തേത് നമ്മൾ കയറി ശ്രീലേഖ IPS പറഞ്ഞത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സംശയവുമില്ല. അവർ പറഞ്ഞു, എനിക്ക് കൗൺസിലറായി മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വെറും കൗൺസിലറായിട്ട് മത്സരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല മാഡത്തിനെ ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവർ പറഞ്ഞു, പിന്നീട് വന്ന സാഹചര്യങ്ങൾ, 50 സീറ്റിൻ്റെ ആ ഒരു തുലാസിൽ വന്ന സാഹചര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വന്ന സാഹചര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് ഇവിടെ കുറച്ചുകൂടെ രാഷ്ട്രീയമായി പല കളികളും അറിയാവുന്നവരും അതുപോലെ തന്നെ ഭരണ നൈപുണ്യം കോർപ്പറേഷനിലെ ഓരോ നീക്കത്തിലും അറിയാവുന്നവരുമായ ഒരാൾ വരണം എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു എന്നറിഞ്ഞു. ഞങ്ങൾ 50 പേരും അത് അനുകൂലിച്ചു. അതിൽ ഞാനും അനുകൂലിച്ചു. അപ്പോൾ അതിന് മാഡത്തിന് എതിർപ്പുണ്ടോ? എതിർപ്പിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ മാഡത്തിന് അതിൽ അതൃപ്തിയുണ്ടോ? അതൃപ്തി ഇല്ല എന്ന് മാത്രമല്ല, എനിക്ക് തൃപ്തിയേ ഉള്ളൂ. ഇത്രയും അവർ പറയാണ്. എന്നിട്ടും പിന്നെയും ചോദിക്കുകയാണ് മാഡത്തിന്. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് ഞാൻ പറഞ്ഞ സാധനം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? അപ്പോൾ എന്നിട്ട് അവർ വേറൊരു കാര്യം പറഞ്ഞു, ഇത് സംശയം വരാൻ, നിങ്ങൾക്കൊക്കെ ഈ സംശയം വരാൻ കാര്യം, ഞാൻ ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകനോട്, ഒരു സോഷ്യൽ മീഡിയ അല്ലെ ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പം അദ്ദേഹം വളരെ മര്യാദയ്ക്ക്, വളരെ മാന്യമായി എന്നോട് ചോദിച്ചു, മാഡത്തിന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ആ ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഓഫർ അന്ന് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സാഹചര്യങ്ങൾ ഒത്തിരി മാറി. ആ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ എനിക്ക് അതൃപ്തിയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, എനിക്ക് ഇവിടെ കൗൺസിലറാകാനോ പിന്നെ മേയറാവാനോ MLA ആവാനോ ഒന്നിനുമല്ല താല്പര്യം. എനിക്ക് താല്പര്യം ഇന്ത്യ ഒട്ടാകെ നരേന്ദ്രമോദിയുടെ ഭരണം വന്ന് അതിൻ്റെ നേട്ടം പല സംസ്ഥാനങ്ങളും കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന് മാത്രം അത് കിട്ടുന്നില്ല. കേരളത്തിൽ അതിനെ ചെറുക്കാനായിട്ട് പലരും മുന്നോട്ട് വരുന്നു. അപ്പോൾ അതിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എൻ്റെ റോൾ എന്തെങ്കിലും ചെയ്ത് ആ ഭരണത്തിൻ്റെ ആനുകൂല്യം ആ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ പദ്ധതികളുടെ മേന്മയൊക്കെ ഈ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതിന് എനിക്കെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നതെന്നൊക്കെ പറയുമ്പോഴും പിന്നെയും ചോദിക്കുന്നത്. അല്ല, പക്ഷേ ഈ മേയർക്ക് പ്രസ്താവന ഉണ്ടായ സമയം ഇന്നലെ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട് അന്ന് കേട്ടിരുന്നതാണ്, വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കുമെന്ന്. പക്ഷേ സുരേന്ദ്രൻ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു നീക്കമാണ് ഇത്. അത് ചിലപ്പോൾ ആയിരിക്കാം. കാരണം സുരേന്ദ്രൻ നിന്നാൽ ചിലപ്പം അവിടെ വലിയൊരു ഫൈറ്റ് നടക്കും. അതിന് എതിരെയും ചിലർ അങ്ങനെ കൊണ്ടുവന്നതായിരിക്കാം. പിന്നെ ശ്രീലേഖ എന്ന് പറഞ്ഞ പേര് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇപ്പോൾ ഗും കിട്ടുമെന്ന് പലർക്കും അറിയാം. അതുകൊണ്ടാണ് ആ പേര് തന്നെ കൊണ്ടിരുന്നത്. കാരണം ഒരു അതൃപ്തി എന്ന് പറഞ്ഞ് വന്നാലേ ഹെഡിങ് ശരിയാവുള്ളൂ. അല്ലാതെ സുരേന്ദ്രന് പകരം ശ്രീലേഖ എന്നൊന്നും പറഞ്ഞാൽ ഏക്കില്ല. അപ്പോൾ ശ്രീലേഖയ്ക്ക് അതൃപ്തി എന്ന് പറയുമ്പോൾ ഇനി തുലാസിൽ നിൽക്കുന്ന 50 സീറ്റിൽ ഒരെണ്ണം താഴോട്ട് പോകുമോ, ഇവർ രാജിവെച്ചിട്ട് പോകുമോ എന്ന് പാവപ്പെട്ട ജനം ചിന്തിക്കണം. അങ്ങനെ ആ വാർത്ത എല്ലാവരും വായിക്കണം, കേൾക്കണം എന്നുള്ളതേ എൻ്റെ ഉദ്ദേശമുള്ളൂ. ഇതൊക്കെ ഹെഡിങ്ങിലുള്ള കളിയും പിന്നെ മാപ്രകളുടെ കുത്തിത്തിരിപ്പും മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും അതിനകത്ത് ഞാൻ കാണുന്നില്ല. അല്ല, പലരും ഇരുന്നതാണ് അവർ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന്. നിലവിലെ സാഹചര്യത്തിൽ അവർ പറയുകയാണ് ഇനി മത്സരിക്കാനില്ലെന്ന്. അല്ല, അവർ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് പലരും പറഞ്ഞതാണ്, അവർ പറഞ്ഞിട്ടില്ല. അവരിന്നത് കൃത്യമായിട്ട് ഈ പിന്നെ ബി.ജെ.പിയിൽ ഭിന്നത എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഹെഡിങ്ങിനകത്തുള്ള സംസാരത്തിൽ അവർ ആ കാര്യവും പറഞ്ഞു. ഞാൻ ഒരു MLA സീറ്റും ഒരിടത്തും മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. വേറെ മുമ്പ് നടന്ന ഒരു സ്പീച്ചിൽ അവർ പറയുകയും ചെയ്തു, എനിക്ക് കുറച്ച് മെഡിറ്റേഷൻ, യോഗ ഇത്തരം കാര്യങ്ങളിലും പിന്നെ ഗാർഡനിങ് അതുപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിട്ടയർ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നത്. ആ താല്പര്യത്തിനോടൊപ്പം തന്നെ ബി.ജെ.പിക്കാർ വന്ന് എന്നോട് ചോദിക്കുകയും കൂടെ ചെയ്തു, മാഡം ഇവിടെ മത്സരിക്കാമോ എന്ന് കൗൺസിലറായിട്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ പോയത്. ഇല്ലെങ്കിൽ ഒരു നരേന്ദ്രമോദി പിന്നെ പ്രഭ കേരളത്തിൽ എത്തുന്നതിനുള്ള ഒരു രാസത്വരകമാകുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നുള്ളവർ വ്യക്തമായിട്ട് പറഞ്ഞു. സാർ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? കാരണം കൗൺസിലറായി വിജയിക്കുന്നു, പല വിവാദങ്ങൾ ഉണ്ടാകുന്നു, മാധ്യമങ്ങളിൽ നിറയുന്നു, പ്രശാന്തുമായി വിവാദങ്ങൾ തുടരുന്നു. ഒരു രാഷ്ട്രീയ നേതാവാണോ വിവാദങ്ങൾക്ക് ഇരയാകുന്ന ഒരു നേതാവാണോ?
അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ വി വി രാജേഷ് മേയറായപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രീരേഖയേക്കാൾ മികച്ച മേയർ രാജേഷ് തന്നെ ആയിരിക്കും എന്നുള്ളത്. കാരണം ശ്രീരേഖയെ വെട്ടിലാക്കാൻ വളരെ എളുപ്പമാണ്. അവർ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സംസാരിക്കുന്ന ആളാണ്. അവർ IPS അവരവരുടെ കഥ പറയുമ്പോൾ മനോരമയുടെ ഒരു 3 വർഷം മുമ്പ് കണ്ടാണ് അവർക്ക് രാഷ്ട്രീയം പോലും പ്ലാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവർ മനോരമ ചാനലിലെ ഒരു ഡിസ്കഷനിൽ അവർ പറയുന്നുണ്ട്, നേരെ ചൊവ്വയിൽ അവർ പറയുന്നുണ്ട് അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ ദുരന്തങ്ങളൊക്കെ വെറുതെ തന്നെ അവരെ പലരും പ്രതിയാക്കുക, കുഴപ്പത്തിലാക്കുക, അവരുടെ പിന്നെ അവർക്ക് മാനഹാനി ഉണ്ടാകുന്ന വിധത്തിൽ വരെ പത്രവാർത്തകൾ ഉണ്ടാക്കുക, സംസാരിക്കുക, ഇതൊക്കെ ഓരോ ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി എന്ന് അവർ പറയുന്നുണ്ട്. കാരണം അവർ സ്ട്രൈറ്റ് ആയിട്ട് പലതും സംസാരിക്കുന്നതിനെ മിസ്യൂസ് ചെയ്ത് വളച്ചൊടിച്ച് അവരുടെ ഔദ്യോഗിക ജീവിതം തന്നെ തടസ്സപ്പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കരിയർ അതിനേക്കാൾ അപ്പുറമാണല്ലോ. പൊളിറ്റിക്സിൽ ചോദിക്കുന്നതല്ല ഉത്തരമായിട്ട് വേണ്ടത്. അപ്പോൾ അത് അറിയാവുന്ന ആളിന് മാത്രമേ അങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ തുലാസിൽ നിൽക്കുന്ന ഒരു മേയറാണുള്ളത്. ആ മേയർക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരം പറയുന്ന ശ്രീരേഖയെ പോലെ ഉള്ള ഒരാൾ ശോഭിക്കാൻ വഴിയില്ല. കാരണം ഇല്ലായ്മയിൽ നിന്ന് വിവാദം ഉണ്ടാക്കിയില്ലേ. പ്രശാന്തിനോട് വെറുതെ ചോദിച്ചതാണ്, അവിടെ നിന്ന് പിന്നെ എനിക്ക് തീരെ സൗകര്യമില്ലാത്തൊരു ഇതിലാണുള്ളത്, അങ്ങേക്ക് MLA ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ പാളയത്ത്, കുറേ കൂടെ സൗകര്യം അതല്ലേ, അങ്ങോട്ട് മാറുമെന്ന് ചോദിച്ചതിനെയാണ് ഒരു ഭൂകമ്പമാക്കി മാറ്റിയത്. അപ്പോൾ അന്ന് അത് ഭൂകമ്പമാക്കിയത് അബദ്ധമായി പോയെന്ന് ഇപ്പം മാർക്സിസ്റ്റുകാർക്കും തോന്നുന്നുണ്ട്. കാരണം എന്തറിയാമോ, ഇവർ വട്ടിയൂർക്കാവിൽ വരും, അപ്പോൾ ഇവർ ഒരു ആര്യ രാജേന്ദ്രനായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു എളുപ്പ വഴിയെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ദേശാഭിമാനിയുടെ ഹെഡിങ് തന്നെ അതായിരുന്നു, DGP മേയറേക്കാൾ അപ്പുറത്തായിട്ട്, മേയറായി ചമയുന്ന DGP എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഹെഡിങ് തന്നെ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ഒന്നാം തരം ഒരു ആര്യ രാജേന്ദ്രനായിട്ട് ശ്രീലേഖ വരണം. അങ്ങനെ ശ്രീലേഖയെ വട്ടിയൂർക്കാവിലിട്ട് പൂട്ടാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, വട്ടിയൂർക്കാവിലും താല്പര്യമില്ല, തിരുവനന്തപുരത്തും താല്പര്യമില്ല. ഇപ്പൊ പ്രശാന്ത് ഓടി നടന്ന് പണിയെടുക്കേണ്ട അവസ്ഥയെ ഓടി നടന്ന് പ്രശാന്ത് ഓട്ടോ ആയിപ്പോയി. ഇപ്പൊ പ്രശാന്ത് ആര്യ രാജേന്ദ്രനായി മാറി ആ ഒരു വിവാദം വഴി. ഇപ്പൊ പ്രശാന്തിന് ഇപ്പൊ ആ പേര് മാറ്റാനായിട്ട് പ്രശാന്ത് ഇങ്ങനെ ഡെയിലി വീഡിയോകൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പലരെയും ക്ഷേത്രത്തിൽ പോയി ഭക്തിയിൽ കുറിയലടിച്ചു. അത് പലരും ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷൻ ആകുമ്പം തലവഴി മുണ്ടിട്ട് 12 മണിക്ക് ഗണപതി കോവിലിൽ തേങ്ങ അടയ്ക്കാൻ വരും. അത് ഇനിയും നമുക്ക് കാണാം. അപ്പം അത്തരത്തിലുള്ള പ്രഹേളികളൊക്കെ പലതും നടക്കും, അതിന് യാതൊരു സംശയമില്ല. അല്ല, അപ്പോൾ സാറ് പറയുന്നത് ഇതൊരു തിരിച്ചടിയല്ല? ഒരിക്കലും തിരിച്ചടിയല്ല. കാരണം അവരതിന് മുതിർന്ന തിരിച്ചടിയാണ്. ഇപ്പോൾ ശ്രീരേഖ IPS നാളെ രാജിവെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ തിരിച്ചടിയാണ്, വല്ലാത്ത തിരിച്ചടിയാണ്. മനസ്സിലായില്ലേ? കാരണം ഇവിടെ 50 സീറ്റിൽ ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ 50 നിൽക്കുകയാണ്. പിന്നെ ഒന്ന് കണ്ണമൂല രാധാകൃഷ്ണനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഉള്ള ഒരാൾ കൂടെ രാജിവെക്കുന്നോ അതൃപ്തി കാരണം പുറത്തു പോകുന്നോ ഒന്നും പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് വലിയ വെട്ടിലാകുന്ന ഒരു മേയർഷിപ്പാണ് നിൽക്കുന്നത്. നിങ്ങളാരും കേരളത്തിലെ ആരും ഈ മേയറെക്കുറിച്ചോ ഈ കോർപ്പറേഷനെ കുറിച്ചോ വലിയ പ്രതീക്ഷ വേണ്ട എന്ന് സൂചിപ്പിക്കാനാണ് ഈ ശ്രീരേഖ വിഷയം എടുത്തിരുന്നത്. അവർ പറഞ്ഞു 5 വർഷം ഇനി ഞാൻ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് എനിക്കൊരു നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കുക. ഈ ശാസ്തമംഗലം വാർഡിനെ മാതൃകാപരമായൊരു വാർഡാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് പറയുന്നതിലല്ല, പ്രവർത്തിച്ച് കാണിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. അത് നമുക്ക് കാണാം എന്ന് പറഞ്ഞാണ് അവർ നിർത്തിയത്. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കാതെ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചു വന്നപ്പോൾ മൈക്ക് എടുത്ത് തള്ളിയ പോലെ വല്ല കിട്ടിയാൽ അതൊരു വിഷയമായില്ലേ എന്ന് വിചാരിച്ചായിരിക്കാം വീണ്ടും വീണ്ടും അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ആ ഇരയിൽ ശ്രീലേഖ കൊത്തിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു മേന്മ. അവർ വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്ക് തൃപ്തി ഇല്ല എന്ന് മാത്രമല്ല, എനിക്ക് അതൃപ്തി ഇല്ല എന്ന് മാത്രമല്ല, പൂർണ്ണ തൃപ്തിയും ഉണ്ട്. അതാണ് അവർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാൻ പൂർണ്ണ തൃപ്തയാണ്. എന്നിട്ടും ഹെഡിങ് പോയത് തിരിച്ചാണ്, BJPയിൽ അതൃപ്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.